കിഫ്ബി മസാല ബോണ്ട് കേസിൽ റിസർവ് ബാങ്ക് അംഗീകരിച്ച കാര്യങ്ങൾ മാത്രമേ തങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നും ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കാത്ത ആരോപണങ്ങളാണ് ഇഡിയുടേത്. എന്തിനാണ് അന്വേഷണം എന്ന് കോടതി തന്നെ ചോദിച്ചതുമാണ്. അടുത്ത തിരഞ്ഞെടുപ്പ് വരെ വിഷയം നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇഡിയുടേതെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാം എന്ന് റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അവരുടെ അംഗീകാരത്തോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കാത്ത ഒരാക്ഷേപമാണ് ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാണ് ആ കാര്യങ്ങളൊക്കെ ഇവിടെയും ബാധകമാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടി. ഇനി ഡിവിഷൻ ബെഞ്ച് ചെല്ലട്ടെ, ബെഞ്ച് അതിൻ്റെ മെറിറ്റ് പരിശോധിക്കട്ടെ. എന്തിനാ ഇങ്ങനെ ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ലക്ഷ്യം ഞാനൊന്നുമല്ല, എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി ഇതിൽ വലിച്ചിറക്കാൻ പറ്റുമെന്നാണ് നോക്കണേ. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇത് നിർത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. പക്ഷെ അതിന് കോടതിയിൽ നിന്ന് തന്നെ മറുപടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.